സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോ നാം നിൻ സുധനെ പോലെ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്തലയിലെ മൂടികളുമെല്ലാം നിർണയമവനെണ്ണി അറിയുന്നു. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു. കരുണയുള്ള നാഥ, സ്വർഗപിതാവേ, അതിമനോഹരമായ സന്ധിക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രഭാതം ഇതുവരെ ഞങ്ങളെ കാത്തല്ല, സൂക്ഷിച്ചല്ല, പരിപാലിച്ചല്ല കർത്താവേ. പോയ സ്ഥാനത്തും വന്ന സ്ഥാനത്തും എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. വാഹനത്തിലും വഴിയിലും എല്ലാം കർത്താവ് കൂടെ ഇരുന്ന് സഹായിച്ചു. ജീവനും ഭക്തിക്കും വേണമെന്നെല്ലാം തന്ന് ഞങ്ങളെ പോഷിപ്പിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും സന്ധ്യയുടെ യാമത്തിൽ അങ്ങയുടെ പാദപിടം ചാർന്ന് കടന്നു വരിക. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവേ. ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണം. ഈ രാത്രികാലം ഞങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ ഇടയാക്കുമാറാകണം. സ്വർഗത്തിലെ കാഴ്ച കണ്ട് കിടന്നുറങ്ങി ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി എഴുന്നേൽപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. അപ്പാ, ഈ സമയം ഹല്ലേലൂയ, ഈ 2024 7 മാസക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. അത്ഭുതവും അതിശയമായി ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു. അനേകാര്യങ്ങൾ കണ്ണുനീരിലെ വേദനയിലൊക്കെയും ആയിരിക്കുന്നു. അനേകർ മൺമറഞ്ഞു കർത്താവേ. എന്നാൽ ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ സൂക്ഷിച്ചല്ലോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ സൂക്ഷിച്ചല്ലോ. എൻ്റെ കർത്താവിന് സ്നേഹം അനുഭവിപ്പാൻ ഒരു ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി അപ്പാ, നന്ദി. ഒന്നും പുകഴുവാനും പ്രശംസിപ്പാനും ഇല്ല കർത്താവേ. വേദനിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. മുറയിട്ട് കരയുന്ന ജനസമൂഹത്തോട് സ്വർഗം മനസ്സലിവ് കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആവശ്യങ്ങൾ ആഗ്രഹങ്ങളറിഞ്ഞ് സ്വർഗം പ്രവർത്തിക്കണമേ. എല്ലാ അനുഗ്രഹത്തിൻ്റെ കരങ്ങളും സ്വർഗം അവിടെ നീട്ടിക്കൊടുക്കണമേ കർത്താവേ. എല്ലാ ദുഃഖങ്ങളെയും സ്വർഗമെടുത്ത് മാറ്റുമാറാകണമേ. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുമാറാകണമേ. ആപത്തിലും അപകടങ്ങളിലും പെട്ടിരിക്കുന്ന ജനത്തോട് കരുണ തോന്നണമേ അപ്പാ. നിൻ്റെ കരുണയുടെ കരമോട് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേകായിരങ്ങളിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവേ, സകലതും നഷ്ടപ്പെട്ട് അയ്യ വിളിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. മുൻപോട്ട് എങ്ങനെ ജീവിക്കുമെന്നോർത്ത് ഭാരപ്പെട്ട് നടുങ്ങി നിൽക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. അപ്പൻ്റെ കരങ്ങളിലോട്ട് തൻ്റെ മക്കളെയൊക്കെ ഏൽപ്പിച്ചു തരിക. എല്ലാ വേദനകളെയും സ്വർഗമെടുത്ത് മാറ്റണമേ. അഖിലാണ്ടത്തിൻ്റെ എവിടെയവനെ എവിടെ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണം. അങ്ങേ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ തലയേറി മുടി പോലും കൊഴിയണമെങ്കിൽ എൻ്റെ അപ്പൻ അറിയണമല്ലോ. ഇത് സകലതും സ്വർഗം എണ്ണപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം ചെയ്യുക. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിടുവിക്കണമേ കർത്താവേ. അപ്പോൾ കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ, കരുണ കാണിക്കണമേ. ആശുപത്രിയിലൊക്കെ ആയിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും സ്വർഗം ആശ്വസിപ്പിക്കണമേ കർത്താവേ. വീണ്ടും മണ്ണിനടിയിലായിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവേ. അപ്പാ, നീ അവിടുന്ന് ശ്വാസമിട്ട ദൈവമാ, അത് തിരികെ കൊടുക്കുവാൻ കഴിവുള്ള ദൈവമാ. വിടുവിക്കണേ അപ്പാ, വിടുവിക്കണമേ. തൻ്റെ മക്കളെയൊക്കെ വിടുവിക്കണമേ. ഒരു ശ്വാസത്തിന് വേണ്ടി കഴിയുന്ന ജീവിതങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, വെള്ളമൊക്കെ കർത്താവ് കൊടുത്ത് പോഷിപ്പിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു.
എൻ്റെ മക്കളെയൊക്കെ ഒരുക്കി അയച്ചാട്ട് കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ദൈവമായ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ രാത്രികാലം സൂക്ഷിക്കണം. ഞങ്ങളെല്ലാവരെയും സമാധാനത്തോടെ ഉറങ്ങുവാൻ സഹായിക്കണം. ഞങ്ങൾ അത്യുന്നതിൻ്റെ മറവിന് സർവശക്തിയുടെ കീഴിലുമായിരിക്കണം. ഞങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങിയുണ്ടെന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ഹാലലി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അങ്ങേ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും സഹായിക്കണം. ഞങ്ങൾ കർത്താവിനെ ഇഷ്ടം ചെയ്യുന്ന മക്കളായി തീരുവാൻ ഇടയാക്കുമാറാകണം. എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെയും കർത്താവിൻ്റെ സാന്നിധ്യം വേണം. അപ്പം ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് രോഗദുഃഖാതി പകർച്ചവ്യാധി മരണത്തിന് ഏൽപ്പിക്കാൻ ഞങ്ങളെല്ലാം സൂക്ഷിക്കുമാറാകണം. ഞങ്ങളായിരിക്കുന്ന എല്ലാ ദേശങ്ങളിലും ഞങ്ങളെ പൊതിയുമാറാകണം. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണം. ദുഷ്ടപിശാച് കാണാതെ ഞങ്ങളെ മറച്ചു കൊള്ളുമാറാകണം. കാൽവരി ക്രൂശിലെ രക്തം കൊണ്ട് ഞങ്ങളെ മുദ്രയിടുമാറാകണം. ഹല്ലേലൂയ. ശത്രു കാണരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ഭവനത്തെയും പരിസരത്തെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും ആശുപത്രി മുറികളിലായിരിക്കുന്ന ജീവിതങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗം സഹായിക്കണേ, സൗഖ്യമാക്കണേ, സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. പ്രാർത്ഥനയെ കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം.